ഹലോ ഗൈസ്, അങ്ങനെ ജയിലിൽ മുട്ടനടി നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ലൈവിൽ ജയിലിൻ്റെ മുന്നിൽ ഭയങ്കര അടിയായിരുന്നു ഗൈസ്. മറ്റാരുമായിട്ടുമല്ല, ഷാനവാസും ബിന്നിയും തമ്മിലാണ്. അത് ബിന്നി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലക്ഷ്മി ഏറ്റെടുത്തു. അങ്ങനെ മുട്ടനടിയായിരുന്നു. അങ്ങനെ കൂടെ ഉള്ളവരെല്ലാം കുറേച്ച് ആൾക്കാരെല്ലാം ഏറ്റെടുത്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാരണമാണ്. അപ്പം ബിന്നി പറഞ്ഞ ഡയലോഗ് ആദ്യം പറയാം. നീ അവിടെ കിടക്കടാ, നിനക്ക് നീ ആണാന്നോടാ, നിനക്ക് മീശ മാത്രമല്ലേ ഉള്ളൂടാ, ഇനി ആണാണോടാ എന്നുള്ള കുറേ വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്താ ഷാനവാസ് ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ നിൻ്റെ ഭർത്താവിനെ കാണിക്കുന്ന പോലെ നിൻ്റെ ഭർത്താവിനെ നിർത്തുന്ന പോലെ എന്നെ നിർത്താൻ നീ വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റീസൺ, അപ്പോൾ ഇത് രണ്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ എന്നാലും ബിന്നി പറഞ്ഞതാണ് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നീ ആണാണോടാ, നിനക്ക് മീശ മാത്രമേ ഉള്ളൂടാ, നീ അവിടെ കിടക്കടാ എന്നൊക്കെ. കുറച്ചും കൂടി ഏജൊക്കെ ഉള്ള ഒരു വ്യക്തിയല്ലേ, 30 വയസ്സ് മാക്സിമം, എനിക്ക് തോന്നുന്നു 31 വയസ്സ് ബിന്നിക്ക് കാണും. എന്നാലും ഒരു വ്യക്തിയെ അങ്ങനെ പറയുമ്പോൾ അത്ര വലിയ മോശമായിട്ടുള്ള ഒരു കാര്യവും ഷാനവാസ് അവിടെ പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അറിയിക്കണം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുന്നേ ഷാനവാസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് പിന്നെ എന്താ പറയുക, ഷാനവാസ് അല്ല ബിന്നി, സോറി. അപ്പം ഷാനവാസിനും മനീഷിനും കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അരിയും ഉഴുന്നും അരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിന്നി വന്ന് പറഞ്ഞു ഇത് രണ്ടും ഒരുമിച്ചാണ് അരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിനോട് ഇവർ പറഞ്ഞു, ബിഗ് ബോസ് അരി ആദ്യം അനീഷ് അരയ്ക്കാമെന്ന് പറഞ്ഞു, അതിനുശേഷം ഞാൻ ഉഴുന്നരയ്ക്കാം, എന്നിട്ട് ഒരുമിച്ച് ചേർക്കാം. കാരണം രണ്ടുപേർ കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ അരയ്ക്കാമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒന്നും വേണ്ടിയില്ല. ആ സമയത്ത് ബിന്നി പറയുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ഒരുമിച്ച് അരയ്ക്കാൻ പറഞ്ഞാൽ ഒരുമിച്ച് അരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഷാനവാസ് പറഞ്ഞു, ക്യാപ്റ്റൻ്റെ കാര്യം നോക്കും, ഞങ്ങൾ ബിഗ് ബോസിനോട് സംസാരിച്ചു, പിന്നെ നീ ഇത് എവിടുത്തെ ക്യാപ്റ്റനാടേ എന്ന്, അങ്ങനെയാണ് അത്രമാത്രമേ പറഞ്ഞുള്ളൂ, അല്ല വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരെ ഹൗസ്മേറ്റ്സിനെ ടാസ്കിന് വിളിച്ചു. അവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു കോഴിയുടെയൊക്കെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്കിന് വിളിച്ച സമയത്ത് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് തരാം എന്നും പറഞ്ഞു പോയി. അപ്പം നീ പോടേ, നീ പിന്നെ വലിയ ക്യാപ്റ്റൻ ചമയല്ലേ എന്ന് പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ബിന്നിക്ക് അത് ഭയങ്കര കോംപ്ലക്സ് ആയി. ക്യാപ്റ്റൻ ഏതോ വലിയ സ്വേച്ഛാധിപതി എന്നുള്ളൊരു ഭാവത്തിലാണ് ബിന്നി പോയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു, താൻ എന്നെ അങ്ങോട്ട് പോയപ്പോൾ എന്തോ ക്യാപ്റ്റന് വലിയ മോശമായ ക്യാപ്റ്റൻ, ഇത്ര മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ നീ വെറും ഒരു മോശം ക്യാപ്റ്റനായി എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗെയിമാണ്. അപ്പോൾ ഗെയിമിൽ പല ആൾക്കാരും പലതും ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പം മോശം ക്യാപ്റ്റനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മോശമാവേണ്ട, പ്രേക്ഷകർ കണ്ടോളും, അല്ലെങ്കിൽ ഞാൻ മോശമാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചോളും, അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ളവർ തീരുമാനിച്ചോളും, താൻ മാത്രം തീരുമാനിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറയണം. അപ്പം ഇവർ പറഞ്ഞു വാഷ്റൂമിൽ പോകണം. അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് വാഷ്റൂമിൽ പോകണം, ഒന്ന് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, താൻ എന്നെ അടുത്ത് സോറി പറയണം, താൻ എന്നെ സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സൂപ്പർ ക്യാപ്റ്റനോ, പിന്നെ നീ ഇവിടുത്തെ മോശം ക്യാപ്റ്റനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ താൻ അതിന് സോറി പറയണം. അപ്പോൾ പറഞ്ഞു സോറിയോ ഞാനോ? അപ്പോൾ പറയും തുറക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ ബിഗ് ബോസ് പറഞ്ഞാൽ നീ തുറക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ വീട്ടുകാരെ നീ തുറക്കാൻ പറഞ്ഞു, വെടിയെന്ന് വിളിച്ചില്ല, നീ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ വീട്ടിലിരിക്കുന്ന നിൻ്റെ പെണ്ണും ഭാര്യയുടെ നിൻ്റെ വീട്ടുകാരെ നിലയ്ക്ക് നിർത്തുന്ന പോലെ എൻ്റെ അടുത്ത് എന്നെ നിലയ്ക്ക് നിർത്താൻ വരില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് തുടക്കം. നീ നിൻ്റെ വീട്ടുകാരെ നിലയ്ക്ക് നിർത്താൻ പോലെ, നിൻ്റെ ഭാര്യയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നീ നിൻ്റെ കെട്ടിയവനെ നിലയ്ക്ക് നിർത്തുന്ന കണക്ക് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തുടക്കമിട്ടത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷാനവാസിനോട് ബിന്നിയാണ് തുടക്കമിട്ടത്. ഇത് കേൾക്കാതെ അപ്പം ഇത് ഭയങ്കരമായിട്ട് രൂക്ഷമായി സോറി പറയണം, നീ അവിടെ കിടക്കടാ, നീ ആരാന്നടാ നിൻ്റെ വിചാരം, നീ മീശ വിരിച്ച നീ ആണാത്തിലടാ, നീ ആണാന്നോടാ, നീ ആണോടിക്കും, അങ്ങനെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ മോശമായിട്ട്. നമ്മളിത് ബിഗ് ഹൗസിൽ ഇപ്പോൾ 3 ദിവസം ഇവരുടെ ഭർത്താവ്, ഈ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ് ബിന്നി എന്ന് പറയുന്നത് ആരെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഭയങ്കര ഈഗോയിസ്റ്റ് പേഴ്സണായിട്ടാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഇത്ര വലിയൊരു ഷോയിൽ പോലും ഭർത്താവിനെ പോലും നീ ഇവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ചിരിക്കാനാണ് ഇവിടെ വന്നത്, നീ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ചിരിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ആ ചെറുക്കൻ ഇവിടെ നിന്ന് ചിരിച്ചപ്പോൾ ചോദിക്കുന്ന ആ ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ബിന്നി നന്നായിട്ട് കളിക്കണം, നല്ല ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് ബിന്നി നന്നായിട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള സംസാര രീതികളും അതുപോലെ തന്നെ ആരെയും വകവയ്ക്കാത്ത, ഈ ഒരു ശരീരം വളരെ സ്ഥൂല ശരീരമാണെങ്കിലും ആരെയും വകവയ്ക്കാത്ത ഒരു ക്യാരക്ടറാണ് ബിന്നിയുടെ.
അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോടും. ഇവരെല്ലാം ഗെയിമേഴ്സ് അല്ലേ. അത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവരുകൾ പിന്നെ തുറക്കാൻ പറയുമ്പോൾ നീ അവിടെ കിടക്കട തുറക്കില്ല എന്ന് പറയുന്നത് എനിക്ക് വളരെ മോശമായ കാര്യമാണ്. പ്രത്യേകിച്ച് അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. നമ്മൾ അയാൾ ഹാർട്ട് പേഷ്യൻ്റാണ് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട, വേറൊരു വ്യക്തികൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അയാൾ ഗെയിമറാണ്. പക്ഷേ അയാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വഴക്കിടെ. ഇതൊന്നും അറിയാതെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവരെന്തിനാണോ എന്തോ ഇങ്ങനെ നടന്ന് ബഹളമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. നമ്മൾ ഒരാൾ കാര്യങ്ങൾ അറിയണം, ഒരാൾ വ്യക്തമായിട്ട്. ഒനിയലിൻ്റെ കാര്യത്തിന് ഇതുപോലെയായിരുന്നു. മസ്താനിയുടെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു കാര്യവും തിരക്കാതെയാണ് അവരുടെ നെല്ല് ചാടിക്കയറി. ഇതേപോലെ തന്നെയാണ് ഒരു കാര്യവും അന്വേഷിക്കാതെ ഷാനവാസിനെ വന്ന് വിളിച്ചിട്ട് താൻ സോറി പറയണം, സോറി പറയണം, താനല്ലേ ആദ്യം അവളെടുത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞത്, ഇതിൻ്റെ വീട്ടുകാരെ പറഞ്ഞതെന്ന്. ഇത് വല്ലതും കേട്ടോ. ലാസ്റ്റ് പിന്നെ ഷാനവാസ് ഇത് പറഞ്ഞു കൊടുക്കുന്നു. ഷാനവാസുമായിട്ട് ലക്ഷ്മിയായിട്ട് ഭയങ്കര സ്റ്റണ്ടായി. നീ പൊടി എന്നൊക്കെ പറഞ്ഞു, നീ പൊടി തമ്പുരാട്ടി, നീ ആരടി എന്നോട് ഇതൊക്കെ പറയുന്നു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കോട്ട് ഓടി വന്നിട്ട് പിന്നെ നമ്മുടെ അനുമോള് കിടന്ന് വഴക്കിടുന്നു, ഷാനവാസിനോട് നേരെ പോകുന്നു. പക്ഷേ പിന്നീട് കാര്യം ഇവരൊന്നും കാര്യം അറിയാതെ വന്ന് വഴക്കിടുവാണ്. പിന്നീട് കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും ബാക്കിലേക്ക് പോയി. കാരണം ഒരാൾ ഒരു മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്ന് പറയുമ്പോൾ അത് തുറക്കില്ല, നീ സോറി പറഞ്ഞെങ്കിലേ തുറക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഇവരുടെ വീട്ടിലെ സെർവൻറ്റോ അല്ലെങ്കിൽ വീട്ടിലെ ബാല്യക്കാരൊന്നും അല്ലല്ലോ, ഗെയിം കളിക്കാമെന്നല്ലേ. ജയിലിൽ ഇട്ടേക്കുന്ന എന്തിനാണ്? ഇവർ ചെയ്ത തെറ്റിനാണ് അവിടെ ജയിലിൽ 1.5 ദിവസമായിട്ട് രാവിലെ തൊട്ടിടുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഇട്ടാൽ പിറ്റേന്ന് രാത്രി കൊണ്ട് തീരും. ഇതെന്ന് പറഞ്ഞാൽ അവരെ ആ ചൂടത്ത് രാവിലെ തന്നെ ഇട്ടതാണ് ജയിലിൽ. അത് മനസ്സിലാക്കണം. നമ്മളൊരു ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പിന്നെന്താ കുറേ നേരം കഴിഞ്ഞ് ബിഗ് ബോസ് ആണ്. അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ തുറക്കത്തില്ല. അനീഷ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാനിവിടെ അരിയാട്ടിക്കൊണ്ടിരിക്കുക, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോഴും ബിന്നിയുടെ വാശി. കാരണം ബിന്നിയൊക്കെ ഭയങ്കര ഈഗോ പേഴ്സൺസാണ്. അപ്പോൾ ബിന്നി ഒരിക്കലും അതും തുറക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തടയാൻ പാടില്ല, പിന്നെ ബിന്നി അവർക്ക് തുറന്നു കൊടുക്കുകയെന്ന്. അപ്പോൾ ആരാണ് അവിടെ നാണം കേട്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി അവിടെ ചീഞ്ഞ് നാറിയില്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ബുദ്ധിപരമായിട്ട് വേണം. ഇതാണോ തുറക്കില്ല എന്ന് പറയുന്നത്? വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്? നിങ്ങൾ സോറി പറയത്തില്ലേ? അപ്പം നിങ്ങൾ സോറി പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാമല്ലോ. ഇത് പ്രേക്ഷകർ തീരുമാനിച്ചിട്ടാണല്ലോ വോട്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ കപ്പ് ആർക്ക് വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രേക്ഷകരാണ് നിൽക്കണോ പോകണോ എന്നൊക്കെ ആലോചിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. ഈ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത്? ഇയാൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇയാളുടെ മെയിൽ ഷോവനിസം ഉണ്ടെങ്കിൽ ഇയാളുടെ മെയിൽ ഷോവനിസം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് മെയിൽ ഷോവനിസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ മോശമാണ്. ഇതെല്ലാവരും കൂടി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്.